ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് പുറത്ത് പോകാം എന്ന് വിചാരിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറത്ത് പോകുന്നത് ആക്ച്വലി കുറച്ച് സാധനങ്ങൾ വാങ്ങാനും നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ബോട്ടിൽ ഒരെണ്ണം മോൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. ലുലു ആക്ച്വലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തതല്ല, പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് ലാസ്റ്റ് ലുലുവിൽ വന്ന് എത്തിപ്പെട്ടു. അപ്പോൾ അങ്ങനെ ലുലുവിലേക്ക് പോകാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേയും കൂടി ആണല്ലോ, പിന്നെ വെക്കേഷനും ഒക്കെ കൊണ്ട് തിരക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ലുലുവിൻ്റെ അകത്ത് കയറാൻ തന്നെയാണ് ഒരു നേരം എടുക്കുന്നത്. കാരണം പാർക്കിംഗ് ഒക്കെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ലുലുവിൻ്റെ അകത്തേക്ക് കയറി. ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ചെന്നത്. അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മൊത്തത്തിലെല്ലാം ഒന്ന് നോക്കി. പിന്നെ മോൻ്റെ ബോട്ടിൽ കിട്ടി, അത് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നമുക്ക് ഓക്കെ ആണെന്നുള്ള രീതിക്കുള്ള ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റി. പക്ഷേ എൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് പറ്റിയത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ പില്ലോ സെക്ഷനിൽ ഒന്ന് ചെന്നായിരുന്നു. പില്ലോ നമ്മളുടെ ഇപ്പോൾ ഉള്ളത് ഓൾറെഡി ചീത്തയായി. അപ്പോൾ അത് ആക്ച്വലി ലുലുന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി സൈസ് കൂടുതലായിട്ടുള്ളതാണ് കണ്ടത്. അപ്പോൾ പിന്നെ അത്രയും സൈസുള്ളത് നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അതും വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ഇതൊക്കെ നോക്കി, സാധനങ്ങളൊക്കെ നോക്കി, ഫുഡൊക്കെ അവിടെ നിന്ന് കുറച്ച് കഴിച്ച് എന്നിട്ടാണ് പോകുന്നത് അവിടെ നിന്ന്. ഫുഡിൻ്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേയും കൂടി ആണല്ലോ, ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡിൻ്റെ സെക്ഷനിൽ.
പിന്നെ ഇതെല്ലാം ബില്ല് ചെയ്ത് പുറത്ത് കിടക്കുക എന്ന് പറയുന്നതുമാണ് ഒരു ടാസ്ക്. നമുക്ക് ആക്ച്വലി കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മൾ കുറച്ച് ബോറടിപ്പിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതനുസരിച്ച് ക്ഷമിച്ചവിടെ നിൽക്കും. പക്ഷേ നമുക്ക് കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ലടിക്കാനുള്ള ആ ഒരു പേഷ്യൻസും അങ്ങനെ കുറഞ്ഞ് കിട്ടും. പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സാറ്റർഡേ വ്ളോഗ് ഇന്നത്തെ.